നേരത്തെ ഇടുക്കിയിലുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നെന്ന വാർത്ത ഇപ്പോൾ രാഹുൽ വിജയൻ അറിയിക്കുന്നുണ്ട്. മാവേലിക്കര സ്വദേശി ബിന്ദു നാരായണൻ 59 വയസ്സാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ബിന്ദുവിനെ പാലായിലെ മാർ ശ്രീവ ആശുപത്രിയിലേക്ക് മാറ്റിയതായി നേരത്തെ വിവരം വന്നതാണ്. ഇപ്പോൾ ബിന്ദു മരിച്ചു എന്ന വാർത്ത കൂടി രാഹുൽ വിജയൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപകടത്തിൽ 4 മരണം. KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. തഞ്ചാവൂരിൽ നിന്ന് മാവേലിക്കരയിലേക്ക് വന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. അങ്ങനെ പുല്ലുപാറ ബസ് അപകടത്തിൽ മരണം 4 രാഹുൽ വിജയൻ അല്പസമയത്തിനകം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. 4 പേരാണിപ്പോൾ മരിച്ചിരിക്കുന്നത്. KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. മാവേലിക്കരയിൽ നിന്നുള്ള സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അവർ തഞ്ചാവൂരിലേക്ക് പോയി അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. രാഹുൽ വിജയൻ ചെയ്യുന്നുണ്ട്. രാഹുൽ, അപ്പോൾ ഒരു മരണം കൂടിയല്ലേ രാഹുൽ? കൂടി വടൂർ സോമൻ പറഞ്ഞ സമയത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിരുന്നു. പാലാ മാർസ്ലീവിലേക്ക് മാറ്റിയിരുന്ന ഒരു 59 വയസ്സുള്ള മാവേലിക്കര സ്വദേശി ബിന്ദു നാരായണൻ, ഇവരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്. നിലവിൽ ആശുപത്രി അധികൃതർ ഈ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വാർത്ത എന്ന് പറയുന്നത്. നിലവിൽ ഈ പുല്ലുപാറ KSRTC അപകടത്തിൽ മരണം 4 എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇനിയും ഒരാൾക്ക് കൂടി ഗുരുതര പരിക്കുണ്ട്. മാർസ്ലീവയിലേക്ക് അവരെയും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബാക്കി മുണ്ടക്കയത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലുള്ളവർക്ക് വലിയ കാര്യമായിട്ടുള്ള പരിക്കുകൾ ഇനിയില്ല എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാൾ കൂടി ഗുരുതരാവസ്ഥയിലുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുന്ന കാര്യമായി തന്നെ നിലനിൽക്കുകയാണ്. ഈ KSRTC ബസ് മറിഞ്ഞുള്ള അപകടത്തിൽ 4 പേരുടെ മരണം നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. രാഹുൽ, ഇപ്പോൾ ഈ മാർസ്ലീവിലേക്ക് നേരത്തെ 2 പേരെ കൂടി എത്തിച്ചു എന്ന് പറഞ്ഞിരുന്നുവല്ലോ, അതിൽ ഒരാളാണല്ലോ ബിന്ദു. ഇനി ഒരാളാണോ ഉള്ളത്? മാർസ്ലീവിൽ 2 പേരാണോ ഉള്ളത്? മാർസ്ലീവയിൽ ഇനി 3 പേരെയാണ് മാർസ്ലീവിലേക്ക് മാറ്റിയിരുന്നത്. ബിന്ദുവിനെയും ബിന്ദുവിന്റെ ഭർത്താവിനെ. അപ്പോൾ മറ്റൊരാൾ കൂടി, ബിന്ദുവിന്റെ ഭർത്താവല്ലാത്ത മറ്റൊരാൾക്ക് കൂടി ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അത് ചികിത്സയ്ക്കുള്ള നടപടികളെല്ലാം തന്നെ ആശുപത്രി. ഒരാൾ കൂടി ഗുരുതരാവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും. രാഹുൽ വിജയനിലേക്ക് എത്താം. രാഹുൽ, ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്, റേഞ്ച് പ്രശ്നമായിരിക്കും. രാഹുലിലേക്ക് തന്നെ എത്താം. ഇപ്പോൾ KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 മരണം എന്ന വാർത്ത വരുന്നു. ഒരാൾ കൂടി സമയം മുൻപ് മരിച്ചു. മാവേലിക്കര സ്വദേശി ബിന്ദു നാരായണനാണ് മരിച്ചത്. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മുണ്ടക്കയത്തെ ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിച്ചത്. അവിടെ നിന്നാണ് പാലായിലെ മാർസ്ലീവ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത്. അവിടേക്ക് എത്തിക്കുന്നതിനിടെയാണ് ഈ മരണം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ബിന്ദുവിന്റെ ഭർത്താവിനെ കൂടി ഇപ്പോൾ മാർസ്ലീവ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. രാഹുൽ വിജയൻ തുടരുന്നുണ്ട്. രാഹുൽ, ഈ മറ്റാരുടെയെങ്കിലും നില ഗുരുതരമായിട്ടുണ്ടോ രാഹുൽ? ഭർത്താവിന് ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ മറ്റൊരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഭർത്താവിന്റെ പേര് കൃത്യമായി നമുക്ക് ലഭിച്ചിട്ടില്ല. ഉണ്ണിത്താൻ ആണെന്ന് MLA പറഞ്ഞൊരു അറിവ് മാത്രമാണുള്ളത്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമായി തന്നെ തുടർന്ന് പാലാ മാർസ്ലീവിലേക്ക് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി റഫർ ചെയ്തിരിക്കുന്നതാണ്. ഗുരുതരമായ പരിക്കായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് റെഫർ ചെയ്തത് എന്നുള്ളതും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാക്കിയുള്ളവർക്ക് ഈ മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റിലുള്ള ബാക്കിയുള്ളവർക്ക് വലിയ ഗുരുതരമായിട്ടുള്ള പരിക്ക് ഇല്ല, ആശങ്കപ്പെടേണ്ട പരിക്കുകളില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഈ 4 പേരുടെ മരണം സങ്കടമുണ്ടാക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ആളുകളെയൊക്കെ മാറ്റുന്ന സമയം വലിയ ഗുരുതരമായിട്ടുള്ള പരിക്ക് പുറമെ കാണാനുണ്ടായിരുന്നില്ല. ആന്തരികമായിട്ടുള്ള പരിക്ക് പറ്റി മരണം സംഭവിച്ചതായിരിക്കാം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം എന്താണ് മരണകാരണം, ആന്തരികമായിട്ടുള്ള പരിക്കാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരുടെയും തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മാത്രമാണ് 3 പേരുടെ മരണം സ്ഥിരീകരിച്ചത്. അതിനുശേഷം അവിടെ നിന്നും ഗുരുതരമായി പരിക്കേറ്റ ബിന്ദുവിനെ പാലാ മാർസ്ലീവയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വഴി യാത്രക്കിടെ മരിക്കുകയായിരുന്നു എന്നുള്ളതും ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. നിലവിൽ എന്തായാലും ബാക്കിയുള്ളവരുടെ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ പാലാ മാർസ്ലീവയിൽ ചികിത്സയെ തുടരുന്നുമുണ്ട്. ഉന്മേഷ്.
രാഹുൽ വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി പുല്ലുപാറയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. മരിച്ചവരുടെ എണ്ണം 4 അരുൺ ഹരി, രമാ മോഹൻ, സംഗീത് ഈ 3 പേരുടെ മരണവാർത്തയാണ് ആദ്യം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഒരാൾ കൂടി മരിച്ചു എന്ന വിവരം വന്നിരിക്കുന്നു. മാവേലിക്കര സ്വദേശി ബിന്ദു നാരായണനാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ പുല്ലുപാറ അപകടത്തിൽ 4 മരണം. ഈ അപകടത്തിൽ പരിക്കേറ്റവരെ മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. അവിടെ നിന്ന് മാർസ് ലീവിലേക്ക് റെഫർ ചെയ്ത് അവിടേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ ബിന്ദുവിന്റെ മരണം എന്നാണ് രാഹുൽ വിജയൻ അറിയിക്കുന്നത്. ബിന്ദുവിന്റെ ഭർത്താവിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ മാർസ് ലീവ് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ അപകടത്തിൽ 4 മരണം. KSRTC ബസ്സിന് ബ്രേക്ക് നഷ്ടമായതാണ് ഈ അപകടത്തിന് കാരണമായത്. ഇപ്പോൾ ഗതാഗത മന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഘം അവർ തഞ്ചാവൂരിലേക്ക് പോയതായിരുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ്, വിനോദയാത്രാ സംഘമാണ്, അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് ഈ പുല്ലുപാറയിൽ വെച്ച് അപകടമുണ്ടാകുന്നതും KSRTC ബസ് ഈ താഴ്ചയിലേക്ക് മറയുന്നതും. വലിയ താഴ്ചയാണ്, ഏറെ ആഴമുള്ള ഒരു കൊക്കയാണ്. പക്ഷേ അതൊരു മരത്തിൽ തട്ടി ബസ് നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ തോത് അത് വർദ്ധിച്ചേനെ, കൂടുതൽ അപകട സാധ്യത കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഈ മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടോ ഈ ഘട്ടത്തിൽ? രാഹുൽ, ഈ ബസ്സിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായ പരിശോധന നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാരണം ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ബ്രേക്ക് നഷ്ടപ്പെടാനിടയായ സാഹചര്യം കൂടി മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും. ബസിന്റെ കാലപ്പഴക്കം, ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന അനിവാര്യമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനമാണോ ഈ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നതെന്നൊരു സംശയം കൂടി ഈ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കാലപ്പഴക്കം ചെന്ന രീതിയിലുള്ള ബസ് ആയിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ഈ മാവേലിക്കര ഡിപ്പോയിൽ നിന്നുള്ള ബസ്സാണ് എന്നുള്ളത് ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതിന്റെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തും എന്നുള്ളതാണ് പുതിയ വിവരം. ഇതിലുണ്ടായിരുന്ന ആളുകളുടെ പരിക്ക് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. നിലവിൽ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 34 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. മാവേലിക്കരയിൽ നിന്ന് തീർത്ഥാടന വിനോദയാത്രയ്ക്ക് വേണ്ടി പോയ സംഘത്തിൽപ്പെട്ടവരാണ് ഈ 4 പേരും. അതിൽ 30 പേരുടെ 30 പേരുടെ പരിക്കിൽ 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിലൊരാളുടെ പരിക്ക് ഗുരുതരമായി തുടരുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ആശങ്കപ്പെടുത്തുന്ന കാര്യമാണത്. അത് പാലാ മാർസ് ലീവിലാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന ആളെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്ന് കൂടിയും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ബിന്ദു എന്ന് പറയുന്ന മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ആളെ ആശുപത്രിയിലേക്ക്, പാലാ മാർസ് ലീവിലേക്ക്, അതായത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സയ്ക്കായി റെഫർ ചെയ്ത് പാലാ മാർസ് ലീവിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ബിന്ദു നാരായണന്റെ മരണം സംഭവിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്ന് നമുക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ ആശുപത്രിയിൽ ചെന്നപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് പാലാ മാർസ് ലീവിലേക്ക് ഈ ബിന്ദുവിനെ മാറ്റുകയും ചെയ്ത് അതിനിടയിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ശരി രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. പുല്ലുപാറ KSRTC ബസ് അപകടത്തിൽ മരണം 4.